ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് പരിപാടി? ന്യൂ ഇയർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ന്യൂ ഇയർ നൈറ്റ് അല്ലേ? എന്താണ് പരിപാടി? നിങ്ങൾക്കൊക്കെ എന്താണ് പരിപാടി എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല, അതാണ് ചോദിച്ചത്. ഞങ്ങളിതാ വീട്ടിലായിരിക്കും മിക്കവാറും പരിപാടി കാര്യങ്ങളൊന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ ഈ വ്ളോഗ് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും വരും, അത് വേറെ കാര്യം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വ്ളോഗാക്കിയിട്ട് ഒരു മിനി വ്ളോഗായിട്ട് എടുത്തതാണ്. നാസി ഫുഡ്സിൻ്റെ റെഡി ടു കുക്ക് മസാലന്. അപ്പം അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുന്നത് ഞങ്ങളെടുത്ത് ജാംജൂം എന്നാണ്. നെസ്റ്റോയിലും ജാംജൂമിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഫ്രോസൺ ഐറ്റമാണ്. അപ്പം ജാംജൂമിലും നെസ്റ്റോയിലൊക്കെ ഫ്രോസൺ സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഫിഷ് ഫ്രൈൻ്റെ ഉണ്ട്, ബിരിയാണി മസാല ഉണ്ട്, ബട്ടർ ചിക്കൻ ഒരു രക്ഷയില്ല, അടിപൊളി. ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ബട്ടർ ചിക്കൻ തന്നെ. ബട്ടർ ചിക്കൻ ഞാൻ പറയും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വ്ളോഗിലേക്ക് പോയാലോ? ജാംജൂമിലാണ് നല്ല തിരക്കും ഉണ്ടായിരുന്നു, നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് പിന്നെ നമുക്ക് വേറെയും കുറേ സാധനങ്ങൾ അല്ലറ ചില്ലറ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. തക്കാളി, ഉള്ളി, പച്ചമുളക്, അത് ഇത് അങ്ങനത്തെ ഒക്കെ ഓരോന്ന് നോക്കി. 30 രൂപയുടെ ഉള്ളി നുള്ളിപ്പറക്കുന്ന യൂട്യൂബർ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചിക്കൻ മസാല തേച്ച് ഒന്ന് ചിക്കൻ കുക്കാവുന്ന നേരം കൊണ്ട് റൈസ് ഇപ്പുറത്തുനിന്നാവും. അപ്പോൾ പെട്ടെന്ന് പണി ചെയ്യും. പിന്നെ നമുക്ക് ഉള്ളേരിയാൻ അങ്ങനത്തെ പണികൾ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ മസാല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടെക്ക് എന്നറിഞ്ഞാണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ബട്ടർ ചിക്കൻ പിന്നെ നമുക്ക് ചപ്പാത്തിയോ പൂരിയോ പൊറോട്ട എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ബട്ടർ ചിക്കൻ്റെ കൂടെയും വെച്ച് കൊടുത്താൽ ഒക്കെ സെറ്റ്, പെട്ടെന്ന് കാര്യം കഴിക്കും. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ ബിരിയാണിയാണ് കേട്ടോ. പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് പുറത്ത് പോകാണ്ടെങ്കിലോ അർജൻറ്റോ നമുക്ക് പോയി വന്നിട്ട് ഗസ്റ്റ് വരിക അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണെങ്കിലും പെട്ടെന്ന് കാര്യം പരിപാടി ചെയ്യും. പാക്കറ്റ് പൊട്ടിക്കുക, പാനിലേക്കോ പോട്ടിലേക്കോ ഇടുക, ചിക്കൻ ഇട്ട് അതൊന്ന് കുക്കാകുമ്പോഴത്തേന് പുറത്തുനിന്ന് റൈസും സെറ്റാവും. അപ്പോൾ രണ്ടും കൂടി ദമ്മിലിട്ട് നമുക്ക് പുറത്ത് പോയി ഒരാളൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ സാധനം സെറ്റായിരിക്കും. അടിപൊളി ടേസ്റ്റ് വരുന്ന ബിരിയാണി ബട്ടർ ചിക്കൻ ഞാൻ വീണ്ടും പറയുന്നു, ഒരു രക്ഷയില്ല, ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ആണ്, ഞാൻ വീണ്ടും പറയുന്നു. നല്ല മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് ആവട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ ബട്ടർ ചിക്കൻ റെഡി ആക്കിയെടുക്കാം. ബട്ടർ ചിക്കൻ ആണെങ്കിലോ അതും ഇതേമാതിരി പാക്കറ്റിൽ 2 പാക്കറ്റ് ഉണ്ടാക്കും. ഉള്ളിൽ ഒന്ന് ഗ്രേവിയും ഒന്ന് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ള വെച്ചങ്ങാണ്ട് ചിക്കൻ ഒരു 10 to 15 മിനിറ്റ്സ് മാഗ്നേറ്റ് ചെയ്ത് നല്ല മിക്സ് ചെയ്തെങ്ങാണ്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നമുക്ക് ഗ്രേവി ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ചിക്കൻ പൊരിക്കുക, അപ്പുറത്ത് ആ ഗ്രേവിയിലേക്ക് അങ്ങോട്ട് എടുത്തിട്ടാൽ ബട്ടർ ചിക്കനും റെഡിയായി. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ഫ്രഷ് ക്രീമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉഷാർ, അടിപൊളി. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പാക്കറ്റ്സ് മുകളിൽ ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ബട്ടർ ചിക്കൻ്റെ ഗ്രേവി പോട്ടിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് എടുത്തിട്ടാൽ മതി. അത് ബിരിയാണി ഇവിടെ സെറ്റ് ചെയ്ത് ദമ്മിടാനുള്ളൂ. ബട്ടർ ചിക്കനും ഒക്കെ റെഡിയായി, നമുക്ക് കഴിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനെന്താ ദമ്മിട്ടുകൊണ്ട് കുറച്ച് നേരം വെച്ചെന്നുള്ളൂ. ദമ്മ് വെക്കണത്തോറും അതിൻ്റെ ടേസ്റ്റ് കൂടുമല്ലോ. അപ്പം ഞാൻ ദമ്മ് വെച്ച് പള്ളിയിൽ പോയാലൊക്കെ തിരിച്ചു വരണം. ഫ്രൈഡേ ആയിരുന്നു ഞാൻ അത് ഷൂട്ട് ചെയ്തത്. അപ്പം ഇതിന് വേഗം പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദമ്മിടാനുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ വറുത്ത് മല്ലിയില കാര്യങ്ങളൊക്കെ ബിരിയാണീൻ്റെ മേലെ. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് പ്രിസർവേറ്റീവ്സോ കളേഴ്സോ കെമിക്കൽസോ ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ബിരിയാണീൻ്റെ കളർ തന്നെ നോക്കിയാൽ ഏകദേശം മനസ്സിലാവും. കളറ് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. ബട്ടർ ചിക്കനിലായാലും നമുക്ക് ചില ഗ്രേവി കാര്യങ്ങളൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈമലേക്ക് കളർ വരും. ഇതിൽ അങ്ങനത്തെ ഒരു ഇതും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പുറത്തു പോയി കഴിക്കുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയിലേക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിലെങ്ങനെ ഉണ്ടാക്കും
ആ ഒരു ഇതും വന്നിക്കുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൻ്റെ ടച്ചും കിട്ടി. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, അടിപൊളി. നമ്മളെ ബട്ടർ ചിക്കനും റെഡിയായി. ഒന്ന് ഫ്രഷ് ക്രീമും മല്ലിയിലൊക്കെ വെച്ചുകൊണ്ട് ഗാർണിഷ് ചെയ്ത്, പിന്നെ ഷൂട്ടായതുകൊണ്ട് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ലേറ്റായി. പക്ഷേ പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടോ. ഞാനൊരു 12:30 സ്റ്റാർട്ട് ചെയ്തത്. ഷൂട്ട് കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള നമുക്ക് ഫോട്ടോ എടുക്കുന്ന അവരൊന്ന് സ്ലോലി ചെയ്യണം. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയേ വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വീണ്ടും പറയുന്ന കാര്യം, ബട്ടർ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമോ ഏകദേശം ഇതിൻ്റെ ടേസ്റ്റ് എത്ര ഉണ്ടെന്ന്. ഞാനത് പത്തിരീൻ്റെ കൂടെയാണ് ബട്ടർ ചിക്കൻ കഴിച്ചത്. പൊറാട്ട ആണോ പൂരി എന്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിപ്പോവും. നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും അടിപൊളിയാണ് സംഭവം. ചിക്കൻ ഫ്രൈ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാസി ഫുഡ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കാൻ അങ്ങനെ എന്ത് വേണമെങ്കിലും ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയും നല്ല വീഡിയോസായിട്ട് കാണാം. അപ്പോൾ പുതിയ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.